തമ്പനിയിൽ കണ്ടതുപോലെ വളരെ എളുപ്പത്തിൽ കുക്കറിൽ മന്തി ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അതിനുവേണ്ടി സെല്ല റൈസ് 1 കിലോ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കുക. ചിക്കൻ നമുക്ക് സ്കിന്നുള്ളതോ സ്കിന്നില്ലാത്തതായിട്ടുള്ള ചിക്കൻ ഉപയോഗിക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് 1 സ്പൂൺ വിനാഗിരി ചേർത്ത വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കുക. മസാല നമുക്ക് ഗരം മസാലയോ അല്ലെങ്കിൽ മന്തി മസാലയോ ഉപയോഗിക്കാവുന്നതാണ്. മന്തി മസാല 1 സ്പൂൺ, മാജിക് ക്യൂബ് 2 പീസ്. ഉപ്പ് അഡീഷണലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. നാരങ്ങനീര് 1 സ്പൂൺ. നാരങ്ങനീര് ഇല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഉപയോഗിക്കാവുന്നതാണ്. കളർ ആവശ്യമെങ്കിൽ ഫുഡ് കളർ അല്പം ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വാർത്തിട്ടുള്ള ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. സ്കിന്നുള്ള ചിക്കനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്കിന്നിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് സുഷിരങ്ങൾ ഇടുന്നത് നന്നായിരിക്കും. ചിക്കനിൽ മസാല നന്നായി പിടിക്കാൻ അത് ഉപകരിക്കും. ശേഷം നമ്മൾ ഒരു 1/2 സ്പൂൺ പെരുംജീരകം, 5-6 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക്, കറുവപ്പട്ട, ഏലക്കായ, ഒരു ഉണക്ക നാരങ്ങ, ഒരു ബേ ലീഫ് എന്നിവ നമ്മൾ കുക്കറിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി വഴറ്റുക. 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ് ചിക്കൻ ഒന്ന് വേവിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ അടിക്കുന്നവരെ പാചകം ചെയ്യുക. അതോടൊപ്പം തന്നെ ചോറ് വയ്ക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം. കുക്കർ വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി വാർത്തതിന് ശേഷം ചോറ് വയ്ക്കാനുള്ള വെള്ളം നന്നായി തിളച്ചതിന് ശേഷം 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരുണ്ടെങ്കിൽ അതായാലും മതി. അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് നമ്മുടെ വെള്ളം വാർത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായി തിളപ്പിക്കുക. തുറന്നു വെച്ച് തന്നെ അരി തിളപ്പിക്കാൻ ആവശ്യത്തിന് വെള്ളം വയ്ക്കുക. ഒരു 2 സ്പൂണ് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി തന്നെ തിളച്ചതിന് ശേഷം ഏകദേശം ഒരു 3/4 വേവാണ് നമുക്ക് വേണ്ടത്. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനായിട്ടുണ്ട്. അതിൽ നിന്നുള്ള നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുക. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം സ്റ്റോക്ക് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം. അതിനുശേഷം നമ്മുടെ ചോറ് ഏകദേശം 3/4 വേവ് ആയിക്കഴിഞ്ഞാൽ ഉപ്പ് ഒന്ന് നോക്കുക. ചോറ് ഏകദേശം 3/4 വേവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചോറ് വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ചോറ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മുഴുവൻ ചോറും തന്നെ കുക്കറിലേക്ക് മാറ്റുക. മുഴുവൻ ചോറും ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് കുക്കറിന് മുകളിൽ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് എരിവിന് വേണ്ടി 5-6 മുളക് ചോറിലേക്ക് വയ്ക്കുക. കളർ ആവശ്യമാണെങ്കിൽ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി 1 സ്പൂണിൽ വെള്ളത്തിൽ കലക്കി ചേർക്കാവുന്നതാണ്. റെഡ് കളറും ഒരല്പം ചേർക്കാവുന്നതാണ്. സ്മോക്ക് ചെയ്ത ചിക്കനാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ ഒരു കനൽ സ്മോക്ക് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ പാചകം ചെയ്യുക. ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പാചകം ചെയ്ത് ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് തക്കാളി ചട്നി അതിലേക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു തക്കാളി, ഒരു ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിച്ചപ്പ് എന്നിവ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരല്പം വിനാഗിരി ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഏതൊരാൾക്കും തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഈസി മന്തി റെസിപ്പിയാണ്. കുക്കർ ഉപയോഗിച്ചുകൊണ്ട്
ആർക്കും തന്നെ പരീക്ഷിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.